നമസ്കാരം. നമ്മൾ മലയാളികളുടെ ഭക്ഷണ രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുള്ളത് ഇടയ്ക്കൊക്കെ തോന്നാറില്ലേ? ചോറ് കഴിക്കുന്നതോ ചപ്പാത്തി കഴിക്കുന്നതോ എന്നൊഴിച്ചാൽ പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ മറ്റെന്ത് കഴിക്കും എന്നുള്ള ചിന്ത വളരെ ആശങ്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അതിനൊരു ഓപ്ഷൻ തിരഞ്ഞു പോകുമ്പോൾ ഓട്സിനെ പോലെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുമെങ്കിലും നമ്മൾ മില്ലറ്റ്സിനെ കുറിച്ചൊന്നും അധികം തന്നെ ചിന്തിക്കാറില്ല. ഏറിപ്പോയാൽ നമ്മളൊരു റാഗി വരെ എത്തും. ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ ചിലപ്പം അറിവില്ലായ്മ കൊണ്ട് തഴഞ്ഞിടാറുണ്ട്. എന്നാൽ നിങ്ങളുടെ ശരീരത്തിന് കാൽസ്യം കിട്ടുന്ന രീതിയിലും ശരിയായിട്ട് ഈ കാൽസ്യത്തിനെ ആഗിരണം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് എത്തിക്കണ്ടേ? നമുക്കുണ്ടാവുന്ന ഒരുപാടേറെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മറ്റനേകം ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ ഒരു മുക്തി നേടണമെന്ന് ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് എല്ലാ പ്രായക്കാരിലും ഒരുപോലെ ഉപയോഗപ്രദമായിട്ടുള്ളതും എല്ലാ വൈറ്റമിൻസിനെയും മിനറൽസിനെയൊക്കെ ശരീരം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നതും നമ്മുടെ ഡൈജഷന് നേരായിട്ട് നടത്താനും വയറിന് നന്നായിട്ട് ക്ലീൻ ആക്കാനൊക്കെ സഹായിക്കുന്ന മില്ലറ്റ്സിൽ ഒരെണ്ണമാണ് സോർഗം എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ജോവാർ, മണിച്ചോളം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത് തന്നെയാണ് ഇന്നത്തെ വിഷയം. ഇത് എങ്ങനെയൊക്കെ തയ്യാറാക്കാം, ഏത് രീതിയിൽ ഉപയോഗിക്കാം, അതുപോലെ നമ്മുടെ ശരീരത്തിലെ എല്ലിനും പല്ലിനും ഒക്കെ ബലം കിട്ടാനായിട്ട് മറ്റൊരു മില്ലറ്റിനെ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. വീഡിയോ അതുകൊണ്ട് മുഴുവനായിട്ട് കാണണേ. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം. ഞാൻ ഡോക്ടർ സജിത ദിജി. ചെറുധാന്യങ്ങൾ ആരോഗ്യം പകരും എന്നുള്ള കാര്യം തർക്കരഹിതമായിട്ട് തെളിയിക്കപ്പെട്ടത് തന്നെയാണ്. ഇന്ത്യയിൽ പലതരം ചെറുധാന്യങ്ങൾ വിളയിച്ചെടുക്കുന്നുണ്ട്. റാഗി, ബജ്ര, കൂവരക്, കോഡോ, ചാമ, തീന, വരക്, ബാർലി, സാൻവ, ചെന, ഇങ്ങനെ ഇതൊക്കെ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇക്കൂട്ടത്തിൽ ജനപ്രിയമായിട്ടുള്ള ഒരെണ്ണമാണ് ജോവർ അല്ലെങ്കിൽ സോർഗം എന്നുള്ളത്. ലോകത്തിലെ മികച്ച 5 ആരോഗ്യമുള്ള ധാന്യങ്ങളിൽ ഒന്നാണ് ജോവർ. ആഫ്രിക്കയിലും ഏഷ്യയിലും വ്യാപകമായി കൃഷി ചെയ്യുന്ന ജോവർ മനുഷ്യ ശരീരത്തിന് ധാരാളം ഗുണങ്ങൾ സമ്മാനിക്കുന്നതും കൂടെയാണ്. കൃഷി ചെയ്യുന്ന വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ നെല്ല് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ഥാനം ഈ മണിച്ചോളത്തിന് തന്നെയാണ്. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് മുൻപൊക്കെ കന്നുകാലികളിലായിരുന്നു ഇത് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇതിന് ഉപയോഗിച്ച് വരുന്നുണ്ട്. നെല്ലിൻ്റെ വൈക്കോലിനേക്കാൾ കൂടുതൽ ഗുണമേന്മ ഇതിനുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നാൽക്കാലികൾക്കൊക്കെ തന്നെ ഇത് കൊടുക്കുന്നത് വളരെ സർവ്വസാധാരണവുമാണ്. ഇനി കേരളത്തിലാണെങ്കിൽ പാലക്കാട് ജില്ലയിലാണ് ഇത് കൂടുതലായിട്ട് കൃഷി ചെയ്തു വരുന്നത്. ചിലയിനം മണിച്ചോളം മലര് ഉണ്ടാക്കാൻ, കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ ആയിട്ടും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇനി ഇത് തന്നെ നമ്മൾ അരി വേവിക്കുന്നത് പോലെ കുതിർത്തിട്ട് പിന്നീട് വേവിച്ചെടുത്തും ഉപയോഗിക്കാം. എന്ന് മാത്രമല്ല, ഇത് ഉണക്കി പൊടിച്ച് പൊടിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ അരി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നു അതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഈ രീതിയിലൊക്കെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത്. എങ്കിലും ഇതിൻ്റെ ഉപയോഗം ശരിയായിട്ടുള്ളൊരു ഉപയോഗം പറയാം. അതായത് ഈ മണിച്ചോളം നമ്മൾ കുതിർത്തിട്ട് അതിപ്പം ചോറായിട്ടാണോ അതല്ലെങ്കിൽ വേവിച്ചു വെച്ചിട്ട് ഒരു ഉപ്മാ രൂപത്തിലാണോ ഒക്കെ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിലും ഇതിനെ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുൻപേ ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്താൻ വെക്കണം. 8 മണിക്കൂർ എന്നുള്ള മിനിമം ആണ്. ഒരു രാത്രി മുഴുവനായിട്ടും 12 മണിക്കൂറും ഒക്കെ തന്നെ നിങ്ങൾക്ക് കുതിർത്ത് വെക്കാം. അതിനുശേഷമാണ് കുക്ക് ചെയ്യേണ്ടത്. ഇത് കുതിർത്ത് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ സ്ട്രക്ചേർഡ് വാട്ടറിൽ നമ്മൾ സോക്ക് ചെയ്തിടുന്നതും കുക്ക് ചെയ്തിടുന്നതും ഒക്കെ നല്ലതാണെന്നുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വെള്ളത്തിൽ ഇത് കുതിർക്കാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുക. ഇതിൻ്റെ പോഷക മൂല്യങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വളരെയധികം ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫോമിലായതുകൊണ്ട് നമ്മളിത് വെള്ളത്തിൽ കുതിർക്കാൻ ഇടുമ്പോൾ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫോമിലേക്ക് മാറുന്നു. അതിനുശേഷം മാത്രം കുക്ക് ചെയ്താലേ നിങ്ങൾക്കിത് ശരിയായിട്ടുള്ള ദഹനം കൃത്യമായിട്ട് നടത്താൻ സഹായിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഇത് വയറിന് ബുദ്ധിമുട്ടും വരാൻ സാധ്യതയുണ്ട്. ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതുകൊണ്ട് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് ഉള്ളവർക്ക് ഗോതമ്പിന് പകരമായിട്ട് മണിച്ചോളം ഉപയോഗിക്കാം. ഇത് രക്തചംക്രമണം പ്രോത്സാഹിപ്പിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും. അതുപോലെ കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ഫൈബറിന്റെ അളവിൽ വളരെ സമ്പുഷ്ടമാണ് ജോവർ. നമ്മുടെ ശരീരത്തിന് ദിവസേന ആവശ്യമായ 48% ഫൈബർ ജോവറിൽ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ശരീരത്തിലെ ദഹന പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് കൂടാതെ മലബന്ധം നീക്കി വയറ് ശുദ്ധീകരിക്കാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ദഹനത്തിന് ജോവർ സഹായിക്കുന്നതിലൂടെ നമുക്ക് ശരീരവണ്ണം, മലബന്ധം, വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടാൻ വളരെ നല്ലതാണ്. ശക്തമായ രോഗപ്രതിരോധ ശേഷി നിങ്ങളെ ആരോഗ്യവാനാക്കി തീർക്കുന്നു എന്ന് വേണം പറയാൻ. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു കഴിവ് കൂടെ മണിച്ചോളത്തിനുണ്ട്. അസ്ഥികളെയും കോശങ്ങളെയും ശക്തമാക്കാൻ സഹായിക്കുന്ന മഗ്നീഷ്യം, ചെമ്പ്, കാൽസ്യം എന്നിവ ജോവറിൽ അടങ്ങിയിട്ടുണ്ട്. ചുവന്ന രക്താണുക്കളെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന
ഇരുമ്പും ജോവറിൽ ധാരാളമുണ്ട്. പിന്നെ മണിച്ചോളത്തിലെ വിറ്റാമിൻ സി ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നുണ്ട്. അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതിയും അതുപോലെ വ്യായാമത്തിന്റെ അഭാവവും കാരണം പലപ്പോഴും ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവാറുണ്ട്. ഇത്തരം ഭക്ഷണങ്ങളിൽ കലോറി, ഫൈബർ, വിറ്റാമിനുകൾ എന്നിവ വളരെ കുറവാണ്. ഇത് കഴിക്കുന്നതിലൂടെ ശരീരത്തിലെ മോശം കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നു. അതിനെ പ്രതിരോധിക്കാൻ നാരുകൾ അടങ്ങിയ ഭക്ഷണമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ജോവറിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ശരീരത്തിൽ നിന്നും മോശം കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറെ നല്ലതാണ്. ഇത് ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള ഹൃദ്രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട്. മഗ്നീഷ്യം, ഇരുമ്പ്, വിറ്റമിൻ ബി, ഇ തുടങ്ങിയ പോഷകങ്ങളും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വളരെ ഗുണകരമാണ്. ശക്തമായ അസ്ഥികൾക്ക് കാൽസ്യം, മഗ്നീഷ്യം എന്നിവ അടങ്ങിയ ഭക്ഷണം അത്യാവശ്യമാണ്. നിങ്ങളുടെ അസ്ഥികളെ മെച്ചപ്പെടുത്താൻ നമുക്ക് ഈ മണിച്ചോളം ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം തന്നെ ആക്കാം. ഇതിൽ ഉയർന്ന അളവിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ശരീരത്തിൽ കാൽസ്യം നിലനിർത്താൻ വളരെ ഗുണകരമാണ്. ഇതിലൂടെ നമ്മുടെ എല്ലുകൾ ബലമുള്ളതാക്കുന്നുണ്ട്. മറ്റ് ധാന്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ നാരുകൾ കൂടുതലായതിനാൽ തന്നെ ഇത്തരം ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ദിവസേന എന്നുള്ള രീതിയിൽ ഈ ഒരു നേരത്തെങ്കിലും ഇത്തരം മില്ലറ്റുകൾ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ജോവർ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ സാന്നിധ്യം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അളവ് നിയന്ത്രിക്കുന്നതിന് സഹായമാകുമെന്നതിനാൽ പ്രമേഹ രോഗികൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇതിലെ ടാനിൻ്റെ സാന്നിധ്യം ശരീരത്തിലെ അന്നജത്തെ ആഗിരണം ചെയ്യുന്ന എൻസൈമുകളുടെ ഉൽപാദനത്തെ തടയുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ നിയന്ത്രിക്കുന്നതിന് വളരെ സഹായകരമാണ്. ബീറ്റ കരോട്ടിൻ അഥവാ വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും. ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ B6 ജോവറിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിനെ ഗാമ അമിനോബ്യൂട്ടിക് ആസിഡ് എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിലെ നാഡീപ്രേരണകളെ ഇത് നിയന്ത്രിക്കുന്നുണ്ട്. ഗാമ അമിനോബ്യൂട്ടിക് ആസിഡിന്റെ വർധനവ് മെച്ചപ്പെട്ട മാനസികാവസ്ഥ, മികച്ച ഫോക്കസ് ഇവയൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. സ്ട്രെസ് കുറയ്ക്കാൻ, വിഷാദ രോഗ സാധ്യത കുറയ്ക്കാൻ ഇതിനൊക്കെ ഏറെ നല്ലതുമാണ്. ഫ്രീ റാഡിക്കലുകൾ നമ്മുടെ ശരീരത്തിന് പലതരത്തിൽ ബാധിക്കുമല്ലോ. കൂടുതൽ ഫ്രീ റാഡിക്കൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ ഉണ്ടാക്കും. ഇത് വാർദ്ധക്യത്തിന് കാരണമാകും. മണിച്ചോളത്തിലെ ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളുടെ പ്രഭാവം കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ വാർദ്ധക്യ പ്രക്രിയയെ മന്ദഗതിയിലാക്കാനും ഇത് സഹായിക്കും. ഒരു കപ്പ് ജോവറിൽ 22 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന് ഊർജ്ജം നൽകാനും കോശങ്ങളുടെ പുനരുജ്ജീവനത്തിനും സഹായിക്കുന്നുണ്ട്. എല്ലാ മില്ലറ്റുകളും ഒന്നിച്ച് കഴിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓരോ മില്ലറ്റും നമ്മൾ കഴിക്കേണ്ട രീതിയുണ്ട്. അതുപോലെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാലും പ്രത്യേക ഗുണങ്ങളുണ്ട്. അതിൽ കോഡോ മില്ലറ്റ് നമ്മുടെ ബോൺ മാരോ ക്ലീൻ ചെയ്യാനും, അല്ലെങ്കിൽ ബ്രൗൺ ടോപ്പ് എന്നുള്ള ഡൈജസ്റ്റീവ് ഹെൽത്തിനായാലും, ഫോക്സ്ടേ മില്ലറ്റ് ലങ്സിൻ്റെ നെർവ്സിൻ്റെ ആരോഗ്യത്തിനും, ബാൺയാർഡ് എന്നുള്ളത് ബോഡി സോഫ്റ്റ് പാർട്സിനെയൊക്കെ ക്ലീൻ ചെയ്യാനായാലും, ലിറ്റിൽ മില്ലറ്റ് റിപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഹെൽത്തിനൊക്കെ ആയാലും ഒക്കെ സഹായിക്കുന്ന അങ്ങനെ പലവിധം മില്ലറ്റുകളുണ്ട്. ഇതൊക്കെ ഓരോന്നിനും ഓരോരോ ഗുണങ്ങളാണ് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിനായാലും അല്ലെങ്കിൽ എല്ലുകളുടെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നുകൂടെ ഉണ്ട്. രക്തചംക്രമണമൊക്കെ നന്നായിട്ട് നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഫിംഗർ മില്ലറ്റ് അല്ലെങ്കിൽ റാഗി എന്നുള്ളതാണ്. റാഗിയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതായിട്ടില്ല. റാഗി ആയാലും തന്നെ പൊടി രൂപത്തിൽ എടുത്തിട്ട് നമ്മൾ അതിനൊന്ന് വറുത്തുപയോഗിക്കാം. നമ്മൾ എള്ളുണ്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള അത്തരം ബൗൾസ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ പോറിഡ്ജ് രൂപത്തിൽ, കുറുക്ക് രൂപത്തിൽ ഉണ്ടാക്കി ഉപയോഗിക്കാം. ശരിയായ രക്തചംക്രമണം നടക്കാത്ത ആളുകളോ രക്തക്കുറവ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് റാഗി ഒക്കെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇനി പ്രമേഹ രോഗ സാധ്യതയുള്ളവർക്കൊക്കെ ഏറെ നല്ല ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ട്യൂമറുകൾ, രക്തക്കുഴലുകൾ ചെറുതാകുകയും കട്ടി കൂടുകയും ചെയ്യുന്ന അതിരോസ്ക്ലെറോസിസ് ഇവയിൽ നിന്നൊക്കെ റാഗി സംരക്ഷണം കൊടുക്കുന്നുണ്ട്. കൊഴുപ്പ് വളരെ കുറഞ്ഞതാകിയാൽ റാഗി വളരെ വേഗം ദഹിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ആദ്യ ഭക്ഷണമായി റാഗി കുറുക്കും കൊടുക്കാറുണ്ട്. മുതിർന്നവർ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ കുറവാണ്. റാഗിയുടെ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ ദിവസേന എന്നുള്ളതുപോലെ ഉപയോഗിക്കും. വിശപ്പിനെ കുറയ്ക്കുന്ന ട്രൈറ്റോഫാൻ എന്ന അമിനോ ആസിഡ് റാഗിയിലുണ്ട്. അരിയിലും മറ്റ് ധാന്യങ്ങളിലും ഉള്ളതിനേക്കാളും വളരെയധികം നാരുകൾ ഇതിൽ അടങ്ങിയിട്ടുമുണ്ട്. കൊഴുപ്പ് കുറഞ്ഞ ഒരു ധാന്യമാകിയാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും. ഇനി ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട്, കാൽസ്യത്തോടൊപ്പം തന്നെ ജീവകം ഡിയും ഉള്ളതുകൊണ്ട് എല്ലുകൾക്ക് ശക്തി നൽകുന്നുണ്ട്. കുട്ടികളുടെ എല്ലുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇനി റാഗി പതിവായിട്ടുള്ള ഉപയോഗം പ്രമേഹം കുറയ്ക്കും എന്നുള്ളതും പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അതുപോലെ വിളർച്ചയുള്ള ആളുകൾക്കും ദഹനത്തിന് സഹായിക്കും
സഹായിക്കുന്നു, മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിലെ ആൻറ്റി ഓക്സിഡൻസുകളും ട്രിപ്റ്റോഫാനും അമിനോ ആസിഡുകളും ഒക്കെ സമ്മർദ്ദം കുറയ്ക്കും, ഹൈപ്പർ ടെൻഷൻ, ഉത്കണ്ഠ, വിഷാദം, തലവേദന, സ്ട്രെസ് തുടങ്ങിയിട്ടുള്ള മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് കൂടെയാണ്. കാൽസ്യം, അയൺ, നിയാസിൻ, തയാമിൻ, റൈബോഫ്ലാവിൻ, അമിനോ ആസിഡുകളാൽ സമ്പന്നമായിട്ടുള്ള ഒന്ന് തന്നെയാണ് റാഗി. പേശികളുടെ പ്രവർത്തനത്തെയൊക്കെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യം നിലനിർത്താനും അതുപോലെ തന്നെ യുവത്വം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് റാഗി. അപ്പോൾ ഈ രീതിയിൽ ഈ 2 മില്ലറ്റുകൾ നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ എല്ലിൻ്റെയും പേശികളുടെയും ഒക്കെ തന്നെ ആരോഗ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതുകൊണ്ട് മില്ലറ്റുകൾ എപ്പോഴും തന്നെ നമ്മുടെ ഒരു ഡയറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് കൂട്ടുക. ഇനി ഇത് ഓരോ മില്ലറ്റുകളും അധികം ഒരാഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് കഴിക്കണം. ഏതെങ്കിലും ഒരു നേരമെങ്കിലും മില്ലറ്റ് ഉൾപ്പെടുത്തിയിട്ട് കഴിച്ചാലേ അതിൻ്റെ ഗുണം നമുക്ക് കാണാൻ പറ്റുള്ളൂ. മില്ലറ്റുകൾ പലവിധം ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ട് കൂടുതൽ അറിയാൻ എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വീഡിയോ വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ നമുക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.